ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ സലീം കുമാറിന്റെ ശവസംസ്കാരത്തിനോട് അനുബന്ധിച്ച് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. കാരണം ആൾത്തിരക്കും ഉന്തുന്തള്ളും ഇതൊന്നും കൂടാതെ കുറെ സോഷ്യൽ മീഡിയ ആൾക്കാരുടെ വീഡിയോ എടുപ്പും കാരണം സ്വന്തം അച്ഛന്റെ സംസ്കാരം നടക്കുന്ന സമയത്ത് പോലും സലീം കുമാറിന്റെ മകന് പൊട്ടിത്തെറിക്കേണ്ടി വന്ന ആ സന്ദർഭത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരക്കെ ന്യൂസുകളായിരുന്നു ഇന്ന് മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതായത് വിനോദ് രാമൻ കൊച്ചി എന്ന ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു കുറിപ്പിനെ കുറിച്ച് നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മരണവീട്ടിലെ മാധ്യമ സർക്കസ് അവസാനിപ്പിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് ഒരു കത്ത് എന്ന പേരിൽ കണ്ട ഈ പോസ്റ്റ് ഈ മാധ്യമ വേട്ട സംബന്ധിച്ച് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വായിക്കാം. പ്രിയ നടൻ സലീം കുമാറിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് വിതുമ്പുന്ന മലയാളികൾക്ക് നേരെ അതിനേക്കാൾ വലിയൊരു നോവായി മാറിയിരിക്കുകയാണ് മരണവീട്ടിലെ മാധ്യമവേട്ട. ലൈക്കുകൾക്കും വ്യൂസുകൾക്കും വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം മനുഷ്യത്വവും വിവേകവും പണയം വെക്കുന്ന മാധ്യമങ്ങളുടെ പെരുമാറ്റം ഒരു സാധാരണക്കാരന്റെ മനസ്സിനെ മടുപ്പിക്കുന്നതാണ്. ഈ സങ്കടകരമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ ഏറെ ആശ്വാസകരവും അഭിനന്ദനാർഹവുമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട നടൻ സലീം കുമാർ അങ്കിളിന്റെ മരണവാർത്ത ടിവിയിലും ഫോണിലും കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. പക്ഷെ അതിനേക്കാൾ ഏറെ വിഷമിപ്പിച്ചത് അവിടുത്തെ മാധ്യമങ്ങളുടെ പെരുമാറ്റമാണ്. ചടങ്ങിൽ മാധ്യമങ്ങൾ എന്ന പേരിലെത്തിയ മീഡിയകളും മറ്റും തിരക്കും കൂട്ടി ചടങ്ങ് നടത്താൻ പ്രയാസമുണ്ടായപ്പോൾ അങ്ങ് ഇടപെട്ടത് കണ്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി സാർ. തൻ്റെ സഹോദരനാണ് വിടവാങ്ങിയതെന്ന് വളരെ വൈകാരികമായി സലീം കുമാറിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അങ്ങ് നടത്തിയ വാക്കുകളിൽ വലിയ സത്യസന്ധതയുണ്ടായിരുന്നു. അവിടെ തിരക്ക് കൂട്ടിയ മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ അങ്ങയ്ക്ക് മുഖ്യമന്ത്രി പദം തടസ്സമായില്ല. മാറി നിൽക്കൂ പ്ലീസ്, വീട്ടുകാർ ആ ചടങ്ങ് ഒന്ന് ചെയ്തു തീർത്തോട്ടെ എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങും ഒരു വീട്ടുകാരനാണെന്ന് തോന്നിപ്പോയി. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രമുഖർ മരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഒരു പരിധി പാലിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർ വീടിന് പുറത്ത് മാറി നിൽക്കും. ഇവിടെ പക്ഷേ എല്ലാവരുടെയും മുഖത്തേക്ക് ക്യാമറയും മൈക്കും തള്ളിക്കയറ്റുകയാണ്. ജനങ്ങൾ ഇത് കാണണം എന്നാണ് മാധ്യമങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾക്കിതൊന്നും കാണേണ്ട സാർ. മരിച്ചു കിടക്കുന്ന വ്യക്തിക്കും ആ കുടുംബത്തിനും അവരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. ഈ കത്ത് മുഖ്യമന്ത്രി സാറിൻ്റെ അടുത്ത് എത്തുമോ, ഇതിലൂടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത്രയ്ക്ക് വിഷമം തോന്നിയത് കൊണ്ടാണ് ഇത് എഴുതുന്നത്. മരണവീടുകളിൽ മാധ്യമങ്ങൾ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഇതൊക്കെ കണ്ടെങ്കിലും മാധ്യമങ്ങൾ കുറഞ്ഞത് മരണവീടുകളിലെങ്കിലും വീട്ടുകാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും അപേക്ഷിക്കുന്നു. വിനോദ് രാമൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വായിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമന്റും താഴെ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.